ഹേ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എയർടെലും സിം യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ജിയോ സിം യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുള്ള കേട്ടോ. കാരണം ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും 200 രൂപയുടെ റീചാർജ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടിനും കൊടുക്കുന്ന ബെനഫിറ്റുകൾ വളരെ വ്യത്യാസമാണ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഓപ്പറേറ്ററാണ് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ കൊടുക്കുന്നത് ആ ഒരു 200 രൂപയുടെ റീചാർജ് പ്ലാനിൽ, അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എയർടെലും അല്ലെങ്കിൽ ജിയോ യൂസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജിയോ അല്ലെങ്കിൽ എയർടെൽ യൂസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ഇതിന്റെ കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ തുടർന്ന് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എയർടെലിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു. എയർടെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീചാർജിന്റെ സെക്ഷനിലോട്ട് ആദ്യം തന്നെ പോകാം. അപ്പം റീചാർജ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രീപെയ്ഡ് പ്ലാൻസിലേക്ക് നമുക്ക് പോകാം. പ്രീപെയ്ഡ് റീചാർജ് പ്ലാനിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവാം. റീഡയറക്റ്റ് ആയതിനു ശേഷം നമുക്ക് 200 രൂപയുടെ റീചാർജ് പ്ലാൻ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 200 രൂപയുടെ റീചാർജ് പ്ലാൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ചെക്കൗട്ട് ചെയ്യാം. ഈ എയർടെൽ 200 രൂപ റീചാർജ് പ്ലാൻ എന്തിനൊക്കെ കൊടുക്കുന്നു, എയർടെൽ എന്തൊക്കെയാണ് നമുക്ക് ഈ 200 രൂപയുടെ എയർടെൽ റീചാർജ് പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. വ്യൂ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഏകദേശം 30 GB ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് 28 ദിവസം വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ 200 രൂപയുടെ റീചാർജ് ചെയ്യുന്നത്. മണ്ടി റീചാർജ് ചെയ്യാൻ നിൽക്കേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 200 എന്ന് പറയുന്നത് ആഡ് ഓൺ ഡാറ്റയാണ്. കാരണം നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു റീചാർജ് പ്ലാന് മന്ത്ലി വാലിഡിറ്റി വരുന്ന ഏതെങ്കിലും പ്ലാൻ ഓൾറെഡി ഉണ്ടായിരിക്കുക മാത്രമാണ് നിങ്ങൾക്ക് ഈ 200 രൂപയുടെ റീചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ റീചാർജ് ചെയ്യലോട് കൂടി നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ മൊബൈൽ വേർഷൻ 28 ദിവസത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സ്പോർട്സ് വാച്ച് ചെയ്യാൻ പറ്റും, മൂവീസ് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഈ 200 രൂപയുടെ റീചാർജ് ചെയ്യുന്നത്. രണ്ടാമത് മനോരമ മാക്സ് പ്ലസ് 18 OTTs നിങ്ങൾക്ക് എയർടെൽ എക്സ്ട്രീം പ്ലേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനോരമ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എയർടെൽ എക്സ്ട്രീം പ്ലേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ എയർടെലിന്റെ സിം നമ്പർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എയർടെൽ കൊടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ അൺലിമിറ്റഡ് 5G ഡാറ്റയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. ഓക്കെ, ഇപ്പൊ ഈ 200 രൂപയുടെ റീചാർജ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 399 അല്ലെങ്കിൽ 349 റീചാർജ് ചെയ്ത് വെച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ചിലപ്പം ഈ ഒരു ഓപ്ഷൻ അതിൽ ആ ഒരു റീചാർജ് പ്ലാൻ അവർ നൽകില്ല ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ. അപ്പം ഈ ഒരു സബ്സ്ക്രിപ്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഗെയിൻ ഈ 200 രൂപ ആഡ് ഓൺ ഡാറ്റ ആയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എഗെയിൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എയർടെലിന്റെ ഒരു ഫീച്ചർ എന്ന് മാത്രം പറയുന്നത്. ഇനി നമുക്ക് എഗെയിൻ നമ്മളുടെ ജിയോ യൂസേഴ്സിന് എങ്ങനെ ജിയോ ഈ 200 രൂപയുടെ റീചാർജ് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിയോ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുള്ള ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഈ ജിയോ നൽകുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 200 രൂപയുടെ റീചാർജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15 OTT പ്ലസ് TV ചാനൽസ് ആൻഡ് മൂവി ടിക്കറ്റ്സ് വരെ 200 രൂപയുടെ നിങ്ങൾ റീചാർജ് ചെയ്താൽ ലഭിക്കുന്നുണ്ട്. അതായത് 200 രൂപയുടെ ഈ ഒരു റീചാർജ് നിങ്ങൾ ജിയോ ആപ്ലിക്കേഷനിൽ ജിയോ സിം യൂസേഴ്സ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് പ്രീമിയം ലഭിക്കുന്നുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയുടെ ആ ഒരു നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ലഭിക്കുന്നുണ്ട്, സോണി ലൈവ് ലഭിക്കുന്നുണ്ട്, Z5 ലഭിക്കുന്നുണ്ട്. ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ജിയോ യൂസേഴ്സിനൊക്കെ. പിന്നെ ജിയോ TV ലഭിക്കുന്നുണ്ട്. ജിയോ TV വഴിയാണ് നമ്മൾ മറ്റുള്ള എല്ലാ ചാനൽസിനെയും മൂവീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാൻ വഴി പറഞ്ഞുതരാം. ഓക്കെ, പ്ലാൻ ഡീറ്റെയിൽസിന് താഴത്തോട്ട് വരികയാണെങ്കിൽ 28 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി വരുന്നത്. 30 GB ടോട്ടൽ ഡാറ്റ ലഭിക്കുന്നുണ്ട്. ഡാറ്റ ഹൈ സ്പീഡ് 30 GB ആണ് കേട്ടോ. ഓക്കെ, അപ്പം ലിമിറ്റ് പെർ ഡേ എത്ര ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് 200 രൂപക്ക് ലഭിക്കുന്നുണ്ട് ജിയോയുടെ ഭാഗത്ത് നിന്ന്. ജിയോ അതായത് ഇതും ആഡ് ഓൺ ഡാറ്റയാണ് കേട്ടോ. അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഈ 200 രൂപ റീചാർജ് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാക്ക് വാലിഡിറ്റി, അത് മന്ത്ലി വാലിഡിറ്റി വന്ന ഏതെങ്കിലും പാക്ക് നിങ്ങളുടെ ഓൾറെഡി ആ സിമ്മിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ എന്നുള്ളത്.
ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് പ്രീമിയം അതുപോലെ തന്നെ ആമസോൺ പ്രൈം വീഡിയോയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മൈ ജിയോ വഴിയാണ് നിങ്ങൾക്ക് അതിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇത് മൊബൈൽ എഡിഷൻ ആണ്. നിങ്ങൾ ഇതിൽ ഈ 200 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ ലാപ്പിലോ സിസ്റ്റമിലോ ഒന്നും നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മൊബൈൽ എഡിഷൻ മാത്രമാണ്, നിങ്ങളുടെ മൊബൈലിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോണി ലൈവും Z5ഉം സൺനെക്സും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ജിയോ ടി വി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് ലഭിക്കുന്നത്. അത് നിങ്ങളുടെ ഗൂഗിൾ പ്ലസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി മറ്റുള്ളൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1000+ ലൈവ് ടി വി ചാനൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജിയോ ടി വി വഴിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു റീചാർജ് ചെയ്യുന്ന നമ്പർ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ് ലഭിക്കുന്നുണ്ട് 1 മന്ത്ലി ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ജസ്റ്റ് അത്രയേ ഉള്ളൂ. അത്രയും ആ ഒരു ഫീച്ചേഴ്സുകളാണ് ഇപ്പം ഈ ജിയോ ഈ 200 രൂപയുടെ റീചാർജ് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എയർടെലും ജിയോയും പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ ജിയോ ഈ ഒരു പ്ലാൻ ഇതുപോലെ കൊടുക്കാനുള്ള റീസൺസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പല ആളുകളും റീചാർജ് ചെയ്യാറുള്ളത് മന്ത്ലി വാലിഡിറ്റി വരുന്ന പാക്കുകൾ, അതിന് 349 രൂപയുടെ റീചാർജ് പ്ലാൻ അല്ലെങ്കിൽ 399 രൂപയുടെ റീചാർജ് പ്ലാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെയുള്ള റീചാർജ് പ്ലാനിൽ ഇനിയിപ്പോൾ 1000 റുപ്പീസിന്റെ പ്ലാൻ ആണെങ്കിലും പോലും നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻസ് ഒന്നും അതിൽ ലഭിക്കില്ല. അങ്ങനെ ആ ഒരു ഡാറ്റയിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 200 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്കും കൂടി നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് 349 രൂപയുടെ റീചാർജ് പ്ലാൻ ആണ്. ഇതിൽ ആകെ കിട്ടുന്നത് ഒരു ഹോട്ട്സ്റ്റാർ ലഭിക്കുന്നുണ്ട്, ജിയോ ടി വിയും ജിയോയുടെ AI ക്ലൗഡ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടി മാത്രമാണ് ഇതിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ നിരവധി റീചാർജ് പ്ലാനുകളുണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ 200 രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന ആ സബ്സ്ക്രിപ്ഷൻസ് ഒന്നും നമുക്ക് ചിലപ്പം അതിൽ ലഭിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ ഒരു സിം കമ്പനികൾ പുതിയ ഒരുപാട് ചെറിയ എമൗണ്ടുകൾ ഇറക്കിയിട്ട് അതിൻ്റെ പുതിയ സബ്സ്ക്രിപ്ഷൻസ് പ്ലാനുകളൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതായ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഏതാണ് ബെസ്റ്റ്, ജിയോ ഓർ എയർടെൽ. നിങ്ങൾ ജിയോ യൂസേഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.